ഗൈസ്, അപ്പം ഞാൻ ഇപ്പം ഒരു കടയിലാണ്. ഇവിടെ ഇത് ആക്ച്വലി ഫേസ്ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു കടയാണ്. ഇതിൽ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ തായ്ലൻഡ്, ബാങ്കോക്ക് അവിടെ നിന്നൊക്കെയാണ് ഇവർ കളക്ഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഷോപ്പ് ചെയ്യാറുണ്ട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവർ. കുറേ ആക്സസറീസ്, പിന്നെ ഡ്രസ്സ്, ഫിസ് വെയർസ്, നമുക്ക് പാൻറ്, സ്കേർട്സ്, ഷർട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒരു പ്രൈസ് റേഞ്ചാണ്. പ്രൈസ് റേഞ്ച് ഒരു രക്ഷയില്ല, വെരി അഫോർഡബിൾ പ്രൈസ് റേഞ്ചാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടയറിങ് ഡേ വീട്ടിലെത്തി. ഓൾമോസ്റ്റ് 6:30 ആയി. വീട്ടിലെത്തിയപ്പോൾ രക്ഷയില്ല, എന്നൊരു വല്ലാത്തൊരു കഷ്ടം പിടിച്ച ദിവസമായിരുന്നു. ഓഫീസിൽ കുറച്ച് നല്ല തെറിയൊക്കെ കേട്ടിട്ടുണ്ട് ബോസിൻ്റെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് എന്തായാലും വീട്ടിലെത്തി. വീക്കെൻഡാണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇനി ഫിലിമൊക്കെ കണ്ടിട്ട് ഉഷാറാവണം. പിന്നെ അപ്പം ഞാൻ പറഞ്ഞ കടയില്ലേ, ഡ്രസ് ആപ്പ്, അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. 1.5 months ആയി വാങ്ങിച്ചിട്ട്. ഇത് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫേസ്ബുക്കിൽ പോയിട്ട്, ഫേസ്ബുക്കിൽ നിങ്ങൾ അവരുടെ പേജിൽ പോകുമ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് അവരിങ്ങനെ ബാങ്കോക്കിൽ നിന്ന് ലൈവ് വരും. ബാങ്കോക്കിൽ പല പല കടകളിൽ നിന്ന് ഒരു ലൈവ് വരുമ്പോൾ അവരിങ്ങനെ ഓരോരോ പീസ് ഇങ്ങനെ ഓൺലൈൻ നമുക്ക് ഈ ലൈവിൽ ഇങ്ങനെ കാണിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരൊരു കോഡുണ്ട് ഓരോ പീസിനും വിത്ത് നമ്മുടെ സൈസ്. അത് നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. എന്നിട്ട് എനിക്കൊന്ന് 1 month കഴിയുമ്പോഴാണ് ഡെലിവറി. അപ്പം ഇന്ന് ഞാനിങ്ങനെ ഓഫീസിൽ നല്ല ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു, സ്ട്രെസ്ഫുൾ ഡേ ആയിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ മെസ്സേജ് വന്ന് ഈ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടാൽ എൻ്റെ മൂഡ് പെട്ടെന്ന് മാറും. അങ്ങനെ ഞാൻ ഓടിപ്പോയി ഇത് മേടിച്ചതാണ്. വാ, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിച്ചു തരാം. ഇവർക്ക് ഈ ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് ഒക്കെ ഇഷ്ടമാണല്ലേ. ഞാൻ അങ്ങനെ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഓക്കേ, തുറന്നു നോക്ക്. സെയിം സംഭവം, 2 കളർ ഓപ്ഷൻസ് ആണ്. അപ്പം നിനക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് മറ്റേത് ആയിക്കോ. വിച്ച് വൺ യു ലൈക്ക്. ഇതുപോലത്തെ നല്ല ഫങ്കി ടീഷർട്ട്സ് കിട്ടും, ഓവർ സൈസ്ഡ്. അത് ക്വാളിറ്റി ആണ് ഇവരുടെ മെയിൻ കേട്ടോ. പ്ലസ് വെരി റീസണബിൾ റേറ്റ്. എനിക്ക് മെയിൻ ആ പ്രൈസ് ഹൈലൈറ്റ് ആണ് എനിക്ക്. വെരി റീസണബിൾ. എനിക്ക് തോന്നുന്നില്ല ഖത്തറിൽ എവിടെ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം ഈ പ്രൈസിന് കിട്ടുമെന്ന്. സോ ഇത് ബേസിക്കലി ഇത് തായ്ലൻഡിൽ നിന്ന് അവർ കൊണ്ടുവരുന്നോണ്ടാണെന്ന് തോന്നി ഈ പ്രൈസ് ഡിഫറൻസ്. ഏതാ ഇഷ്ടമായത്? ഓക്കെ. സോ പാവം റൈക്ക് ആ ഓപ്ഷൻ പോലും കിട്ടിയില്ല, അവള് ബ്ലാക്ക് അടിച്ച് മാറ്റി. നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു സംഭവം. സത്യം പറയാല്ല, ഞാൻ മറന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്. And look at the quality. ഇത് 29 റിയാൽസ് എന്തോ ഉള്ളു കേട്ടോ ഇതിന്. അതാണ് എനിക്ക് തോന്നുന്നു ഷീനിനൊക്കെ ഈ പ്രൈസ് കിട്ടും, പക്ഷെ ഈ ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും നല്ല ക്വാളിറ്റി. നെക്സ്റ്റ് ഈ ഒരു ഷർട്ടാണ്. പക്ഷേ ഈ ഷർട്ട് ഞാൻ കണ്ടുപോച്ചത് ഈ ഷർട്ട് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല അല്ലേ. ടു ഡിഫറെന്റ് കളേഴ്സ്. ചീറ്റിപ്പോയി. ാണ് സാറ്റിൻ ഷർട്ട് മിക്കവാറും ഇപ്പൊ ഹൈ അടിച്ചോണ്ട് പോണ എല്ലാ ലക്ഷണവും ഉണ്ട് അല്ലേ. ഇത് ഭയങ്കര ഇഷ്ടമായി ഞാൻ മേടിച്ചത്. ഈ സാറ്റിനിൽ തന്നെ ഒരു ടെക്സ്ചർ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഒരു രക്ഷയില്ല. അതിന്റെ 2 കളർ ഞാൻ മേടിച്ചതാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഈ ഷർട്ട്. ഏത് കളറാണ് മിക്കവാറും ഈ തെറ്റേന്ന് അടിച്ചു മാറ്റുന്ന എല്ലാ ലക്ഷണമുണ്ട്. പിന്നെ 2 കളർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും സൂപ്പർ കളറാണ്. ഓഫീസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇട്ട് പോവാം. ഈ ബ്ലാക്ക് അതിന്റെ പച്ച മേടിച്ച്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ഷർട്ട് ഇഷ്ടമായിട്ടുണ്ടല്ലോ, ഞാൻ പിന്നെ അതിന്റെ എല്ലാ കളറും പോയി മേടിക്കും. ക്വാളിറ്റി നോക്ക് ഗൈസ്.
ടു ഗുഡ്. അതും 29-49 റിയാൽസ് പ്രൈസ് പോയിന്റ്. Too good. Mama. That's for you. Yeah. Okay. Frankly, for 29 reals only, guys. Again, another oversized t-shirt. See? Got grey. And then a grey. Grey. See? Grey I thought, please. Illa. Ojo. Illa. Grey എനിക്ക് താടി. Illa. അടി താടി. Illa. അടി പീസ് അടി. Illa. അതും പോയി. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ Oh, അവിടുന്ന് it's so മേടിച്ചത്. soft. അവിടുന്ന് മേടിച്ചത്. അതിൽ ഞാൻ ഇതേ 2 ആന്റി ടാമിഷിന്റെ ചെയിൻസ് മേടിച്ചിട്ടുണ്ട്. ഒരു എസ് ഇതും 29 റിയാൽസ്. അങ്ങനത്തെ കുറെ കളക്ഷൻസ് അവിടെ ഉണ്ട്. നിങ്ങൾ പോയി നോക്ക്. ഇഷ്ടപോലത്തെ സെഗ്മെന്റ്സ് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഡു കമന്റ് എന്നോട് പറയുക. ഞാൻ ഇനി ഇതുപോലെയുള്ള ഹിഡൻ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പം കൂലിൻ്റെ റിവ്യൂസ് ആസ് ഓഫ് നൗ കുറച്ച് ശോകമാണ്. നമ്മളെന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫിലിം കണ്ടിട്ട് ബാക്കി അപ്ഡേറ്റ് തരാം. എന്തായാലും പ്രശ്നമില്ല. തലൈവർ പടം. നമ്മൾ തുമ്മാമ മോളിലാണ് വന്നത് കാണാനായിട്ട്. തുമ്മാമ മോൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു വളരെ വളരെ ചെറിയൊരു മോളാണ്. കോൾമി അളിയ ഒരു സംഭവം അങ്ങനെ കാര്യമായിട്ടില്ലാത്തൊരു മോളാണ്. വളരെ കുറച്ച് കടകൾ, അങ്ങനെ അങ്ങനെ ഹാപ്പനിങ് അല്ലാത്തൊരു മോളാണ്. ഇവിടെ ഇങ്ങനെ ഒരു പെയിൻ്റൊക്കെ വെച്ച് കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതേ ഇവിടെ ബൗളിംഗ് ഉണ്ട്. ഇത് നല്ല രസമാണ് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് പിള്ളേരെ കഴിഞ്ഞ് ബൗളിങ്ങിന്. അടിപൊളി സ്ഥലം. പടം കണ്ടു. ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും മൂവി റിവ്യൂവും കൂടെ അതിൻ്റെ കൂടെ പറയാം. അതേ ഒരാളുടെ മുഖം കണ്ട് മനസ്സിലാകും. ഫുഡൊക്കെയാണ് ഈ ഒരു കടയിൽ. അടാർ തട്ടുകടയാണ്. സോറി, ചുമതല ശരിയായിട്ടില്ല ഗൈസ്. ഓൾഡ് എയർപോർട്ട് അല്ലേ ഇത്? ഖത്തറിൽ ഓൾഡ് എയർപോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളൊരു നമ്മുടെ അത്യാവശ്യം എനിക്കിവിടുത്തെ ചൈനീസ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസ് അങ്ങനെ കൊള്ളാം. എന്തായാലും നമുക്ക് മൂവി റിവ്യൂവിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ അളിയൻ്റെ മിസ്റ്റർ രജനീകാന്ത് ഫാൻ്റെ റിവ്യൂ നോക്കാം. അളിയനല്ലേ, അപ്പോൾ ഫുഡിൻ്റെ സ്റ്റൈലിൽ തന്നെ പറഞ്ഞാൽ നമ്മൾ 2 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇറച്ചിയും അരിയൊക്കെ ഇട്ട് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയില്ല. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ വേറെ 2 കൂടി വരുന്നുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ വേറെ അഡീഷണൽ ഇറച്ചി അരിയിട്ടു. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പോലെ വേറെ 2 കൂടി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇറച്ചി അരിയിട്ട് ഒരു ബിരിയാണിയായി. ആ ബിരിയാണി എങ്ങനെ ഉണ്ടാവും? കോലം ആകെ ഒരു അലമ്പ് സാധനമായിരിക്കില്ലേ? അതാണ് കൂലി. ഇതിങ്ങനെ കഥകൾ ഇങ്ങനെ കൂട്ടി വെച്ച് കച്ചറക്കുലുമാല എങ്ങനെയോ അവിടെ ഇരുന്ന് കണ്ടു തീർന്നു. ഒരു തേങ്ങയില്ല. അനിരുദ്ധ് വന്നിട്ടില്ല എന്നൊന്ന്. അനിയുള്ളൂ, രുദ്ധില്ല. ഒരു പവറും ഇല്ല അനിരുദ്ധിന്റെ. അതന്നെ അത്ര ഉള്ളൂ. വേറെ ഒന്നും പറയാൻ ഒന്നുമില്ല പറയാൻ. അമീർ ഖാന്റെ ആമിർ ഖാൻ ഈ കോമഡി പീസ് എനിക്ക് തോന്നിയത് അത് മറ്റേ എന്താണ് നമ്മുടെ റോളക്സ് ആവാനുള്ള ഒരു ശ്രമം നടത്തിയതാ. റോളക്സ് പോയിട്ട് HMT പോലും ആയില്ല. കിടക്കാം. എന്താണ് ഓർഡർ ചെയ്യുന്നത് നമ്മള്? എനിക്ക് എന്തായാലും ചായ വേണം. ചായ പാവം തലൈവർ ഫാനിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഗൈസ്. ആ മുഖം നോക്ക്. ചായ വന്നു. ചായ ഐസ് നല്ല അല്ലേ? ഞാൻ ചായക്കാരനല്ല, ബേസിക്കലി കാപ്പിയാണ്. പക്ഷെ ഞാൻ ചായക്കാരിയാണ്. എനിക്ക് ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്.
കുടിച്ചോണ്ട് ഞാൻ പറയാം കേട്ടോ. അടിപൊളി ചായ. സത്യം പറയല്ലേ, ഇനി ലാസ്റ്റൊക്കെ ഉണ്ടല്ലോ, എനിക്ക് പടം ഒന്ന് ഫിനിഷായാൽ ഒന്ന് പോവായിരുന്നു എന്നുള്ള ഒരു ഇത് വന്നു അങ്ങനെ. അപ്പം അതിൻ്റെ അർത്ഥം അത്രയും ഒരു വിധമൊക്കെ ഉള്ള പടം ഞാൻ കണ്ടിരിക്കുന്ന ആളാണ്. ഇതെനിക്ക് തീരെ ഇങ്ങോട്ട് ഒക്കെ ഫസ്റ്റ് ആ ഒരു അടി എൻജോയ് ചെയ്തു. ആ ഫസ്റ്റ് ഹോസ്റ്റലിൽ വെച്ചിട്ടുള്ളൊരു അടി ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമായി. പക്ഷേ അതർവൈസ് അയ്യോ, ആമിർ ഖാനെയൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കോമാളിയാക്കിയിരുന്നു. സോറി ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, പൊറോട്ട, അതും അടിച്ച പൊറോട്ട, അടിപൊളി. ഫ്രൈഡ് റൈസ് കഴിക്കുന്നവർക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കാം, പൊറോട്ട വേണവർക്ക് പൊറോട്ടയും ചില്ലി ചിക്കനും കഴിക്കാം. ഞാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അത് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല. നിങ്ങൾ വന്ന് കഴിച്ചിട്ട് കമൻറ്റ് പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ ആരാധന കൂലി കണ്ടോ? കൂലി കണ്ടു. ഒരു ദിവസം കൂലി സ്പെൻഡ് ചെയ്തിട്ട് കണ്ട്. കൂലി മോശമൊന്നുമില്ല അല്ലേ? ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഒരു വൈബുണ്ട്. പക്ഷേ വിചാരിച്ച വൈബില്ല. ഞങ്ങൾ മേലത്തെ റിവ്യൂല് കൊല വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്തത്. ഡെയിലി വ്ലോഗ് ചെയ്യോ? വെൽക്കം ടു ദ വേൾഡ്. എനിക്ക് കമന്റ് ഉണ്ടായിരുന്നു സൂര്യജിന്റെ കൂടെ ഒരു വ്ലോഗ് ചെയ്തു. പക്ഷെ അത് ഇങ്ങനെയല്ല, ഞാൻ കുറച്ചുകൂടി റിച്ച് ആയിട്ട് വന്നിട്ട് നിൽക്കാന്നുള്ള വിചാരിച്ചിട്ട്. അപ്പൊ ശരി, അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്. See you tomorrow.